ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പ് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലാണ് ശരിക്കും. ഒരു 7 ദിവസത്തെ ക്യാമ്പായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഭാഗത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ സമയത്ത് കേട്ടോ, പഠിക്കുന്ന സമയത്ത്. അങ്ങനെ ഒരു ട്രിപ്പ് എന്ന രീതിയിലാണ് ശരിക്കും അതിനെ കണ്ടത്. ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് രസമായിട്ട് ഒരു സൗജന്യമായിട്ട് പോയി വരില്ല, ചെറിയ പൈസ എന്തുള്ളൂ, ആകെ ട്രെയിൻ ടിക്കറ്റ് മാത്രമേ നമുക്ക് ചിലവായി വരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ പോയി ഒരു സ്കൂളിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞത് ക്യാമ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു LP സ്കൂളിലാണ്. ആ സ്കൂളുമായി ബന്ധപ്പെട്ട ഗ്രാമത്തിലെ കുറച്ച് വർക്കുകളും കാര്യങ്ങളും നമ്മുടെ NSS ഇല്ലേ, NSS പോലത്തെ മറ്റൊരു സംഘടന, ഒരു NSS പോലെ ഒരു സംഘടന അല്ല, NSS കോളേജിലും നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്ന നാഷണൽ സർവീസ് സ്കീമില്ല, അതല്ലാതെ അതുപോലെ അതേ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു സംഘടന. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ ഭാഗമായി അവിടെ എത്തി. ഞങ്ങൾ 20 പേരുണ്ട്, എല്ലാവരും മലയാളികളാണ്. ഞങ്ങളവിടെ എത്തി. ഞങ്ങൾക്ക് ആദ്യം ഏതാണ് സ്കൂൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊരു പറഞ്ഞ ലൊക്കേഷൻ ഞങ്ങളെത്തി. പക്ഷെ നോക്കുമ്പോൾ ചെറിയൊരു കൂര പോലുള്ള ചെറിയൊരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിട്ട വീടില്ലേ അതേ സെറ്റപ്പിലുള്ള കുറച്ച് വലിപ്പം അധികമുള്ള വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, ചെറിയൊരു ബിൽഡിംഗ്. നോക്കുമ്പോൾ അതാണ് സ്കൂൾ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ അത്ഭുതമായി. കാരണം LP സ്കൂളാണ്. LP സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളാണ് LP സ്കൂൾ അല്ലേ. ആകെ ചെറിയ ബിൽഡിംഗ്, വിരലിൽ എണ്ണാവുന്ന കുറച്ച് കുട്ടികളും അവിടെ വരുന്നുണ്ട്. ഞങ്ങൾ പിറ്റേ ദിവസം മോർണിംഗ് സ്കൂളൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ നോക്കി കുറച്ച് ആളുകളുണ്ട്. അവിടുത്തെ അതേ ലോക്കലിൽ ഒരു അധ്യാപകനുണ്ട്, 1-2 അധ്യാപകർ ആകെ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് ക്യാമ്പ് നടക്കുന്നത്. ശരിക്കും സ്കൂളിനെയും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എനിക്ക് അത്രയും ഇഷ്ടമായി. കാരണം എൻ്റെ ഒരു പുതിയ അനുഭവമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ 1-ാം ദിവസം അവിടെ എത്തി. ഞങ്ങൾ ചെറിയ രീതിയിൽ ഷെഡുകളൊക്കെ കിട്ടി. ഞങ്ങളെ ക്യാമ്പുകളും നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 2-3 ദിവസമായി. അതൊരു വെള്ളിയാഴ്ച ഞങ്ങൾ എത്തിയത്. ശനിയും ഞായറും ഹോളിഡേ ആയിരുന്നു. തിങ്കളാഴ്ച വീണ്ടും സ്കൂൾ തുറക്കുക. അപ്പോൾ ഞങ്ങൾ ആകെ ആ നാടുമായിട്ട് ഒന്ന് സെറ്റായി. ഞങ്ങളൊരു സ്കൂൾ തുടങ്ങുമ്പോൾ കുട്ടികൾ വരുന്നു, കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ പരിപാടികൾ സെറ്റ് ചെയ്യാം അതിനൊക്കെ പറ്റി നിങ്ങൾ ആലോചിക്കുക. ബേസിക്കലി എനിക്ക് ഹിന്ദിയൊന്നും തീരെ അറിയില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ എത്തി. കുട്ടികൾ വരാൻ വേണ്ടി തുടങ്ങി. നമ്മളിങ്ങനെ കുട്ടികളെ വെയിറ്റ് ചെയ്യുക. നോക്കുമ്പോൾ ആകെ എനിക്കൊന്നൊരു 15-20 കുട്ടികൾ മാക്സിമം അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ ആരും വരുന്നില്ല. അപ്പോൾ നമ്മൾ അധ്യാപകരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ. അപ്പോൾ അത് ഇവരിങ്ങനെയാണ്, വളരെ കാരണം നമുക്ക് കൃത്യമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. പിന്നെ കുട്ടികളെ അധികം കൃഷിക്കാരാണ്. അമ്മയെ സഹായിക്കാനും അച്ഛനെ സഹായിക്കാനൊക്കെ അവരുടെ കൂടെ പോലാണ് പതിവ്. സ്കൂളിൽ വന്ന് പഠിക്കൽ വളരെ ചുരുക്കം ചിലരാൾ മാത്രമാണ്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. പണ്ടൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, അതായത് നോർത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവുണ്ട്, ഗ്രാമങ്ങളിലൊക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറില്ല. ഇതൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നമ്മളിങ്ങനെ പറഞ്ഞു ശരിയാണല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെയുണ്ട്, ഇവിടെ അതൊന്നുമില്ലല്ലേ. അങ്ങനെയാണ് നമ്മളതൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഗ്രാമം സന്ദർശിക്കുന്ന ഓരോ വീടുകളിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഹോട്ടലിൽ പോയി അങ്ങനെ വാങ്ങുന്ന റൊട്ടിയുണ്ട് ഗോതമ്പിൻ്റെ. അത് ഉണ്ടാക്കുക അവർക്കൊരു ഇതുണ്ട്, ഒരു തീച്ചൂളയുണ്ട്, അതിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ സംസാരിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങളവിടെ സംസാരിച്ച് അവരുടെ ആ റൊട്ടിയും അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന കിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചിരിക്കാം. അപ്പോൾ ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു 3-4 വയസ്സുണ്ടാവും, 4-5 സംസാരിക്കാൻ കഴിയുന്ന സംസാരിക്കുന്ന പ്രായത്തിൽ സ്മാർട്ടായിരിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു സ്കൂളിലാണെങ്കിൽ ഒരു 1-ാം ക്ലാസ് ആ പഠിക്കുന്ന ഒരു പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി. അവനിങ്ങനെ അവിടെ ഇങ്ങനെ അമ്മൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ചെറിയൊരു പാത്രത്തിൽ അവനിങ്ങനെ വെള്ളം പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിരിച്ചപ്പോൾ നമ്മൾ അറിയാത്ത ഒരാളാണല്ലോ, അവനൊരു നിഷ്കളമായ ഒരു പുഞ്ചിരി അവനുണ്ട്. ഒരു ഡാർക്ക് ഫേസാണ്, അത്ര കറുത്ത മുഖമല്ല, ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു മുഖം. എൻ്റെ മുഖവും എൻ്റെ പുഞ്ചിരി ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ അവനിങ്ങനെ ചിരിച്ചു. അപ്പോൾ ഇങ്ങനെ അമ്മയെ നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ അവനോട് ചോദിച്ചു എന്താവാനാ മോനെ ആഗ്രഹം എന്ന് ചോദിച്ചു. നിനക്ക് വലുതായാലും എന്താവാനാ ആഗ്രഹം? അപ്പം എനിക്ക് ഹിന്ദി ഒന്നും അറിയാം, എനിക്ക് അറിയുന്ന ഭാഷ ചുമ്മാ ചോദിച്ചാൽ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ ഇങ്ങനെയാണോ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവനോട് പറഞ്ഞു കൊടുത്തു എന്താവാൻ നിനക്ക് ആഗ്രഹം എന്നുള്ള ഹിന്ദിയിൽ ചോദിച്ചു. അപ്പോൾ അവനോട് എനിക്ക് പുലീസ് വാല അവരുടെ ഒരു ഭാഷയിലെ പോലീസ് ആവാൻ ഞാൻ ആഗ്രഹം ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി, അമ്മ ഒരു ചിരി, അവൻ്റെ മുഖത്ത് ഒരു ചിരിച്ചു. അമ്മയുടെ പുഞ്ചിരിയും അവൻ്റെ ചിരിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അമ്മ ചിരിച്ചത് എന്താണെന്ന് അറിയോ, ഇതൊക്കെ അവൻ ഒരിക്കലും അതൊന്നും ആവാൻ കഴിയില്ല. കാരണം അവന് സൗകര്യം നമ്മളെന്തോ ഒരു സ്വപ്നം പറയുന്ന പോലെ. എനിക്ക് അംബാനി അവൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി ചിരിക്കില്ലേ, അതുപോലെ ആ മുഖത്ത് നോക്കി അവൻ്റെ അമ്മ ഒരു ചിരിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായി, അതൊക്കെ അവർക്ക് ഇപ്പോഴും എത്രയോ ദൂരത്ത് നിൽക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും നമ്മൾ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തി. പിന്നെ ഞാൻ നാട്ടിലേക്ക് എത്തുന്ന വഴി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറിലേക്ക് ട്രെയിൻ കടന്നതിന് ശേഷം മൊത്തം ഒരു ലാൻഡ്സ്കേപ്പ് മാറി. പിന്നെ നമ്മുടെ നാടായല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആ ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുക, ഓരോ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോഴും ഒരുപാട് സ്കൂളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം നമുക്കുണ്ട്. നിങ്ങളെ കാര്യം ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് പഠിക്കാൻ സ്കൂളുണ്ട്, നല്ല ബെഞ്ചുണ്ട്, അതുപോലെ അത്യാധുനിക സൗകര്യങ്ങളുണ്ട്, അതുപോലെ ഓൺലൈൻ മേഖലയിൽ ഇഷ്ടം പോലെ സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ എത്ര പേര് കൃത്യമായി പഠിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും. പലപ്പോഴും നമ്മളെ പാരൻസ് നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, പണ്ട് എനിക്ക് ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എൻ്റെ പിതാവുണ്ട്, എൻ്റെ പിതാവ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായി എൻ്റെ പിതാവിന്, എൻ്റെ ഫാദറിന്. പക്ഷേ അദ്ദേഹത്തിനൊരു അസുഖം, തലവേദന ഉണ്ടായിരുന്നു, നമ്മുടെ ഹെഡേക്ക്, നമ്മൾ മൈഗ്രെയിൻ അസുഖം എന്ന് പറയും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാകും, അത്രയും ഭയാനകമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാരണം കൊണ്ട് പലപ്പോഴും ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കാരണം കൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് ഇപ്പോൾ ഈസ് വെരി സ്മാർട്ട്, മാത്സും കണക്ക് കൂട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, ഇപ്പോഴും ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ലടാ, ഒരു സമയം വരെ ഈ അസുഖം വരും. പിന്നെ ഇപ്പോഴും ഇപ്പോൾ അതിന് മരുന്ന് കുടിക്കുന്നുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ഒരു മരുന്ന് ഇപ്പോഴും അതിന് കുടിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അസൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു. നമുക്കിന്ന് എന്ത് അസൗകര്യം നമുക്കുള്ളത്? നിങ്ങൾ സ്കൂളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് വേണ്ട എല്ലാ മെത്തേഡും, അതായത് എങ്ങനെ നമ്മൾ പറയാം, ഫാനുള്ള ലൈറ്റുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ക്ലാസ് റൂമുകൾ പഠിക്കുന്നുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ഓൺലൈൻ, ഈവൻ എഡ്യൂപോഡ് വരെ നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ സൗകര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ചെയ്തു തരുന്നത്, ലൈവ് ക്ലാസ് വരുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ് വരുന്നുണ്ട്, മോട്ടിവേഷൻ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യം നിങ്ങളുടെ വിരൽത്തുമ്പിൽ എന്ന രീതിയിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യം നിങ്ങൾ കിട്ടുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ, കൃത്യമായി ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ, കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ദൈവത്തോട് മറുപടി പറയേണ്ടി വരും. കാരണം അത്രയും സൗകര്യങ്ങൾ നമുക്ക് തന്നിട്ട് ജീവിതത്തിൽ എവിടെയും എത്താതെ പോയാൽ, പഠിച്ചിട്ട് എവിടെയും എത്താതെ പോയാൽ, പഠിക്കുന്നതിലേക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മറുപടി പറയുക തന്നെ വേണ്ടി വരും. കാരണം അത്രയും സൗകര്യം നമുക്കുണ്ട്. അപ്പം എൻ്റെ എല്ലാ മക്കളും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും ഞാൻ എന്താ പഠിക്കുന്നതിനെ പറ്റി ചിന്തിക്കാത്തത്, ഞാനെന്താ ഇങ്ങനെ, ഒന്ന് നിങ്ങൾ ചിന്തിക്കാം. ഈ വരും തിങ്കളാഴ്ച മുതൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുഴുവൻ കുട്ടികളും, മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം, അതിൽ അറ്റൻഡ് ചെയ്യണം. എത്ര നെഗറ്റീവ് നിങ്ങൾ ഇമ്പാക്ട് നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണം. ലോകത്ത് എത്രയോ കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, പഠിക്കാൻ അവസരങ്ങളില്ലാതെ, ഇപ്പോഴും അവർക്കൊരു ശരിക്കും നമ്മളെ ജീവിതം പോലും ചിലപ്പോൾ അവർക്ക് സ്വപ്നമായിരിക്കും. അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട് ലോകത്ത്. അവരൊക്കെ അപ്പുറത്ത് നമ്മൾ ഒരുപാട് സുഖത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കൃത്യമായി നമ്മൾ ഉപയോഗിക്കുക, നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ദൈവത്തോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. സോ മക്കളെ, നല്ല രീതിയിൽ ചിന്തിക്കുക, പഠിച്ചു തുടങ്ങാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ നിർബന്ധമായി നിങ്ങൾ എല്ലാവരും എത്തുക. ഒരു പുതിയ തുടക്കം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ കുറിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് നിങ്ങൾ അവിടെ എത്തുക, നമുക്ക് അവിടെ നിന്ന് കാണാം.